Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് രസം പൊടിയുടെ റെസിപ്പിയാണ്. ഈ രസം പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ രസം പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഈ രസപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിൽ വളരെ കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ, ഓയിലേക്ക് ചെറിയൊരു കഷ്ണം കായ ഇടാം. കായ ഇടുമ്പോൾ എല്ലാ സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി ചെറുതായിട്ടൊന്ന് പഫ്ഡായിട്ട് വരും, ഒന്ന് പൊങ്ങി വരും. ആ ഒരു സ്റ്റേജിൽ എടുക്കാം. ഓക്കെ, കായ മൂപ്പിച്ചു, ഇത് മാറ്റി വെക്കാം. ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ചില്ലീസ്, ഞാൻ ഉപയോഗിച്ചേക്കുന്ന കാശ്മീരി ചില്ലി 25 എണ്ണ ഉപയോഗിച്ചേക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 കാശ്മീരി ചില്ലിയും 5 വറ്റൽമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം, എരിവുള്ള മുളകും ഉപയോഗിക്കാം. ഞാൻ മോർ കളറിന് വേണ്ടിയിട്ട് മൊത്തം കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യുന്നത്. 25 എണ്ണം ഇത് ചെറിയ ചൂടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് ബ്രൗൺ ആയി പോവാതെ ശ്രദ്ധിക്കുക. ചില്ലീസും റോസ്റ്റഡായി, ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ചൂടാറുമ്പോൾ നമ്മളൊന്ന് കൈവച്ച് നിൽക്കിയാൽ നന്നായിട്ട് പൊടിയണം. ആ ഒരു രീതിയിൽ വേണം ക്രിസ്പ് ആവാനായിട്ട്. തീ നന്നായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് കൊറിയാൻഡർ സീഡ്സ്, നമ്മളെടുത്തേക്കുന്ന മല്ലിയുടെ കുരു 3 ടേബിൾ സ്പൂണാണ്, അതിടാം. അതൊന്നും പൊട്ടി തുടങ്ങുമ്പോൾ മാറ്റാം. മല്ലി മൂത്ത നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്കിത് മാറ്റാം, ഈ പ്ലേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തായിട്ട് ദാൽ, തുവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. തുവരപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ. കടല പരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും കൂടെ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ റോസ്റ്റ് ചെയ്യാം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്നൊരു ബൈറ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് ക്രഞ്ചി ആവുകയാണെങ്കിൽ ആ സമയത്ത് ഓഫ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഓരോന്നിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഈ ദാലും മൂത്തു. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പെപ്പർ, കുരുമുളക് ഹോളായിട്ട്, പെപ്പർകോൺസ് 1/2 ടേബിൾ സ്പൂൺ. ജീരകം 2 ടീസ്പൂൺ. ഉലുവ 1 ടീസ്പൂൺ ഉലുവ. ഇനി ജീരകം കിടന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അത് ദാലെല്ലാം ആയിട്ടുണ്ട്, ജസ്റ്റ് ഇപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് റോസ്റ്റഡ് ആവാനായിട്ടേ ഉള്ളൂ. ഓക്കെ, ജീരകം പൊട്ടി തുടങ്ങി, ഓഫ് ചെയ്യാം. ഇനി ഈ പാനിൽ തന്നെ ഇരുന്നത് ഫുൾ കൂളാവട്ടെ. കൂളായ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സർ നന്നായിട്ട് കൂളായി, നമുക്കിത് പൊടിച്ചെടുക്കാം. നോക്കിയാൽ മുളകെല്ലാം നന്നായിട്ട് ഒടിയുന്നൊരു പരുവ, ഈ ഒരു പരുവാവണം. മുളക്, കായം. ആദ്യം നമുക്ക് മുളക് മാത്രമായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. മുളകും കായമുണ്ട്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ആഡ് ചെയ്യാം.
ഇത് കൂടാതെ നമുക്കൊരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അതും ഇടാം. കൂടാതെ കുറച്ച് ഉപ്പ് 1/2 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി സ്മൂത്താണ്, ഇച്ചിരി തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ക്രഷ് ചെയ്തെടുക്കാം. നല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണം. രസം പൊടി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പൈസസിൻ്റെ എല്ലാം ചൂട് ഫുൾ പോയിട്ടേ പൊടിക്കാവൂ. പൊടിച്ച ശേഷം ഫുൾ ചൂട് പോയ ശേഷം മാത്രമേ ബോട്ടിലും ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ആ മിക്സി ചെറുതായിട്ടും ചൂടാവുമല്ലോ, ആ ചൂടും ഫുൾ പോയിട്ടേ ബോട്ടിലാക്കാവൂ. അപ്പം ഷെൽഫ് ലൈഫ് കൂടും. നമ്മുടെ ഈ രസം പൊടിയുടെ അരോമ ഭയങ്കര നല്ല മണമാണ്. കായത്തിൻ്റെയൊക്കെ മണം ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ രസം പൊടി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ രസം ചെയ്യുന്നുണ്ട് ഈ പൊടി വെച്ചിട്ട്, അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് 1 മാസമൊക്കെ നമുക്ക് പുറത്തിരിക്കും, നല്ലതായിട്ടിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 2-3 മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്താൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.